നമസ്കാരം, ഡോക്ടേഴ്സ് വ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായിരിക്കുന്നത് PRS ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ ആശ കുമാറാണ്. മാഡത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. നമ്മുടെ സാധാരണയായി കാണുന്ന ഹെഡേക്കാണ്. അപ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള ഹെഡേക്കാണ് വരുന്നത് ഒന്ന് പറയാമോ? നമ്മുടെ ENT OPയിൽ about, for example, you take about 100 patients, roughly about 30 to 40% of the patients may be തലവേദനയായിട്ടാണ് വരുന്നത്, തലവേദന ഹെഡേക്ക്. സോ വാട്ട് ഇസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എനി പെയിൻ ഇൻ എനി പാർട്ട് ഓഫ് ദ ഹെഡ്, കഴുത്തിൻ്റെ മേലെയുള്ള തലയിൽ എനി പാർട്ട്, ഇറ്റ് മേ ബി ഷാർപ്പ് ഓർ ഡൾ പെയിൻ ഓർ എനി പെയിൻ, ദാറ്റ് ഇസ് വാട്ട് വി കോൾ എ ഹെഡേക്ക്. ഹെഡേക്ക് ഇപ്പോൾ കൂടുതൽ കേൾക്കുന്നത് മൈഗ്രെയിൻ ആയിട്ട് കൺവേർട്ട് ആവുന്നു, അല്ലെങ്കിൽ അല്ല, ദർ ആർ മൾട്ടിപ്പിൾ കോസസ് ഫോർ ഹെഡേക്ക്. പല തരം കോസസ് ഉണ്ട്. നൗ അതിൽ മോസ്റ്റ് കോമൺ ഒരു പേഷ്യൻ്റ് വരുന്ന സംതിങ് ദാറ്റ് ഇസ് വെരി കോമൺ, സ്ട്രെസ് ഹെഡേക്ക്, ലാക്ക് ഓഫ് സ്ലീപ്പ്, വെൻ യു ഹാവ് നോട്ട് ഹാഡ് ഇനഫ് ഫുഡ്, യു ആർ ഓൺ എ ഡയറ്റ് ആൻഡ് യു low sugar in your bloodstream, that causes a headache. നമ്മുടെ മുടി വല്ലാണ്ട് ടൈറ്റായിട്ട് വലിച്ചു കെട്ടുകയാണെങ്കിൽ ടൈറ്റ് ഹെഡ് ഗിയർ, ദാറ്റ് കോസസ് എ ഹെഡേക്ക്. സോ ദോസ് ആർ വെരി വെരി കോമൺ, മോസ്റ്റ് കോമൺ സിമ്പിൾ കോസസ് ഓഫ് ഹെഡേക്ക്. അതർ ദാൻ ദാറ്റ്, വാട്ട് റെലവൻറ്റ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ ഇസ് I would say 1 in 7 patients of headache come with migraine. Migraine allada, of course, this is for the general public. ഒരു ലേമാൻ്റെ അടുത്ത് പറയണ പോലെയാണ്. അപ്പം മൈഗ്രെയിൻ അല്ലാതെ ഇൻഫെക്ഷൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ മേലെയുള്ള എനി പാർട്ട്, ഫോർ എക്സാമ്പിൾ സൈനസൈറ്റിസ്, ബ്രെയിനിലുള്ള മെനിഞ്ചൈറ്റിസ്, ഓൾ ദാറ്റ് ക്യാൻ കോസ് എ ഹെഡേക്ക്. ദെൻ എനി തലേൻ്റെ ഉള്ളിൽ എനി ട്യൂമേഴ്സ്, എനി ബ്രെയിൻ ട്യൂമേഴ്സ് ഓർ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലുള്ള ട്യൂമേഴ്സ്, that can cause headache. Then trauma, തല ഇടിച്ച് വീഴുകയാണെങ്കിൽ അത് കാരണം സ്കൾ ഫ്രാക്ചർ വരികയാണെങ്കിൽ, or if there is a bleed in the brain, that is another cause for headache. ഓക്കെ മാം, മൈഗ്രെയിനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ മെയിനായിട്ടുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള? ഒരു നേരത്തെ പറഞ്ഞതുപോലെ മോസ്റ്റ് കോമൺ, ഒരു പേഷ്യൻ്റ് ഇസ് ഐഡൻറ്റിഫൈഡ് ആസ് മൈഗ്രെയിൻ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻറ്റിന് സംടൈംസ് എ മൈഗ്രെയിൻ ക്യാൻ കം ആസ് എ അക്യൂട്ട് ഹെഡേക്ക്, സിവിയർ ഹെഡേക്ക് ഓർ എ വെരി അക്യൂട്ട് ഹെഡേക്ക്. ഇറ്റ് ക്യാൻ കം ചിലപ്പം പീരിയോഡിക് ഇൻ്റർവെൽസ്, ചിലപ്പം ചിലവർക്ക് വൺസ് എ വീക്ക് ആയിരിക്കും, വൺസ് എ മന്ത് ആയിരിക്കും, മേ ബി വൺസ് ഇൻ 5-6 months ആയിരിക്കും. ബട്ട് എഗെയിൻ മേ ബി ഡൾ ഓർ മേ ബി വെരി വെരി സിവിയർ. മനസ്സിലായി മൈഗ്രെയിൻ എന്ന് പറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. എഗെയിൻ ട്രിഗർ ഫാക്ടേഴ്സ് പറയും. വാട്ട് കോസസ് ഈ മൈഗ്രെയിൻ വരാനുള്ള കാരണം എന്താണെന്ന്. അത് എഗെയിൻ ലാക്ക് ഓഫ് സ്ലീപ്പ്, നമുക്ക് ഇമോഷണൽ സ്ട്രെസ്, എനി ടെൻഷൻ, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഈ മൈഗ്രെയിൻ ടെൻഷനുള്ളവർക്ക്, ചിൽഡ്രൻ, ഇറ്റ്സ് ആക്ച്വലി പണ്ടത്തേനെക്കാട്ടിലും ഇപ്പം കൊച്ചു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ മൈഗ്രെയിൻ ഇസ് മോർ പ്രിവലൻറ്റ് നൗ, വിച്ച് ഇസ് എൻ അലാമിങ് സൈൻ. പണ്ട് യു യൂസ് ടു ഹിയർ ഇറ്റ് അമംഗ് അഡൾട്ട്സ്, ഇപ്പം പീഡിയാട്രിക് പോപ്പുലേഷനിലും ഇറ്റ് ഇസ് മോർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു ട്രീറ്റ്മെൻറ്റാണ് അയാൾ എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ട്? മൈഗ്രെയിൻ വരുന്ന പേഷ്യൻസിന് യൂഷ്വലി ദേ ഹാവ് അസോസിയേറ്റഡ് സിംറ്റംസ്. മോസ്റ്റ് കോമൺ ഇസ് നോസിയ. അതുകൂടാതെ ദേ വിൽ ബി വെരി സെൻസിറ്റീവ് ടു ലൈറ്റ് and to sound. So our signs of the migraine are this acute headache and a very severe headache. Trigger factors ഞാൻ പറഞ്ഞ പോലെ any cold, dehydration, pregnancy. നമ്മൾ ഒരുപാട് another very common ആയിട്ട് നമ്മൾ കാണുന്നത്, which you don't think of, is drinking a lot of alcohol. Okay, can cause a trigger, acute trigger for migraine. Then lot of caffeine intake, that ഇടയ്ക്കിടയ്ക്ക് കാപ്പ് കുടിക്കുന്നത്, those are all causes for a trigger for migraine. Okay. So you avoid all the migraine incidents, naturally comes down. Okay. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? Most common, I would say, treatment is preventing the trigger factors. So you are take less alcohol, consume less caffeine. Okay. Take a lot of plenty of fluids to avoid dehydration.
Then certain foods cause trigger item. For example, cheese, chocolates, all those are triggering foods for not everyone. For some people maybe have this sensitivity to certain foods, so avoid those foods. Drink plenty of water, take enough exercise. For people in the IT industry, if you're looking at the screen for a long time, that causes a migraine. So try to cut down on that or take frequent breaks from that. Basically that would be it. ഓക്കെ, ഇപ്പോൾ മൈഗ്രെയിൻ വന്ന ഒരു വ്യക്തി വേറെ എന്തെങ്കിലും രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? Basically first thing is when migraine വരുന്ന സമയത്ത് treatment is, I just said the basic treatment that you can do. Specific treatment is take pain relieving medication. എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ മോസ്റ്റ് കോമൺ നമ്മൾ പാരസെറ്റമോൾ എന്നൊക്കെ പറയില്ലേ, അത് ഓർ എനി അതർ പെയിൻ റിലീവ്. അത് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ വരുന്ന പേഷ്യൻസിന് prophylactic medication ആയിട്ടുണ്ട്. So medicines that prevent migraine, not completely prevent, it prevents frequency. ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇപ്പോൾ എല്ലാ ആഴ്ചയും വരുന്നത് it may come once in a week, or so that frequency is reduced. Then the intensity, migraine വളരെ സിവിയർ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് ആ intensity of the migraine will be reduced. So there are medication which you give as a prophylaxis. That means you have to take it daily. 3-4-5 മാസം കഴിക്കേണ്ടി വരും. that is to prevent the onset of migraine. പക്ഷേ migraine വന്നു കഴിഞ്ഞാൽ then there are specific medications that you have to take. That is basically painkiller. And then go to close the lights, pull the curtains and go to a dark, lie down in a quiet dark place. Drink a lot of water. Applying a warm cloth to the head. നെറ്റിയിൽ warm cloth വെക്കുന്നത്, cold compress to the back of the neck. All that will reduce migraine. Once you get an attack, then that helps to control the migraine attacks. Okay ma'am. Okay, ഇത് കോമൺ ആണ് മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ. മൈഗ്രെയിൻ കോമൺ ആണ്, മോസ്റ്റ് കോമൺ. അതെ, അപ്പോൾ ഇതാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. The take home message when you want to see, നമ്മളിപ്പോൾ ഇത് മൈഗ്രെയിൻ തലവേദന വന്നു, you ask basically headache, no? So when do you go to a doctor? ഇപ്പോൾ ഒരു എല്ലാ പേഷ്യൻറ്റും തലവേദന വരുമ്പോഴും നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഓടിച്ചെന്ന് പോകണില്ലല്ലോ. Now you know that you are a patient with migraine, then you know how to go about it. Chronic ആണ്, കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അല്ലാതെ ഒരു പേഷ്യൻറ്റ് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിന് വരുമ്പോഴത്തേക്ക് ഈവൻ മൈഗ്രെയിൻ ക്യാൻ ബി ഡേഞ്ചറസ്. When do you go to a doctor? When there is a severe, നമുക്ക് തന്നെ ഒരു നോർമൽ അല്ല, സാധാരണക്കാട്ടിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് ഈ പെയിനിൽ. The intensity of the headache is very severe. Then it is associated with പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു ഹെഡ് ഇഞ്ചുറി വന്ന് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ, those are the times when you തലവേദന വന്നിട്ട് when you go to a doctor. You understand, you have a fall or പിന്നെ sporadic vomiting, ഇടയ്ക്കിടയ്ക്ക് ഛർദിൽ lasting for more than a day. It is and then you feel dizzy, തലചുറ്റി വരിക, loss of consciousness in a headache patients, which is not normal തലവേദന അല്ലാത്ത. At such times definitely go and see your neighborhood doctor. Definitely warranted. Okay, സാധാരണ ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണാറില്ല, മെഡിസിൻ സ്വന്തമായിട്ട് എടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സന്ദർഭങ്ങളിൽ. പിന്നെ again of course infection, നമുക്ക് കഴുത്ത് സ്റ്റിഫ് നെക്ക്. സോ സ്റ്റിഫ് നെക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് യു തിങ്ക് ഓഫ് ഇസ് മെനിഞ്ചൈറ്റിസ്, പനിയുണ്ട്. സോ സ്റ്റിഫ് നെക്ക്, യു ക്യാൻ തിങ്ക് ഓഫ് മെനിഞ്ചൈറ്റിസ് ലൈക്ക് യു ആസ്ക്ഡ് ഏർലിയർ. സൈനസൈറ്റിസിൻ്റെ കൂടെ കടുത്ത ജലദോഷം, മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് കഫം വരിക, അസോസിയേറ്റഡ് കോഫ്, അതെല്ലാം സൈനസൈറ്റിസിൻ്റെ സിംറ്റംസ് ആണ്. ഡെൻറ്റൽ പെയിൻ ആയിട്ട് വരാം. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് you need to see a doctor and get the specific. ഇപ്പോൾ ഈ ഒരു തലവേദനയ്ക്ക് ഒരു സ്പെസിഫിക് ഹെഡേക്കിന് it needs a specific treatment. So that should be decided by the doctor. Don't do self medication at home. Okay. യോഗ പോലുള്ള കാര്യങ്ങൾ എത്രത്തോളം? Oh, it helps significantly. That is what yoga helps to reduce ഇപ്പം associated ഇതുണ്ട്, acupuncture, aromatherapy, yoga, അതൊക്കെ those are things that you do to reduce your stress levels. Yoga significantly helps in reducing your stress levels and thereby reducing your headache attacks, specifically with migraine. ഇത്ര നേരം മൈഗ്രെയിനെ പറ്റിയും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. മാഡത്തിന് നന്ദി. മറ്റൊരു ഗസ്റ്റുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.